എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ ആര്യ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് തൈറോയ്ഡ് ഡയറ്റ് ആണ് കേട്ടോ. അപ്പോൾ തൈറോയ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്ന കാര്യമായിരിക്കും ക്യാബേജ് കഴിക്കാമോ, കോളിഫ്ലവർ കഴിക്കാമോ. സോ ഇതിൻ്റെ ഒരു റിയാലിറ്റിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഹൈപ്പോ തൈറോയിഡിസം അതാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവർക്ക് ഈ ഗോയിട്രജൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്യാബേജിലും കോളിഫ്ലവറിലും ഒക്കെ ഒരു കണ്ടന്റ് ഉണ്ട്. ഇത് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന ഒന്നാണ്. പക്ഷേ നമ്മൾ ഈ നോർമൽ പറയുന്നത് പോലെ നമ്മളിപ്പോൾ ആഴ്ചയിൽ 1-2 ദിവസം നോർമലായിട്ട് നമ്മളിപ്പോൾ ക്യാബേജ് വരും പച്ചയ്ക്ക് കഴിക്കുന്നത് വളരെ കുറവായിരിക്കും. നമ്മളിപ്പോൾ തോരനായിട്ടോ അല്ലെങ്കിൽ സാലഡ്സിലൊക്കെ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലായിരിക്കും ഇടുന്നത്. ആ ഒരു ചെറിയ ക്വാണ്ടിറ്റി കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗോയിട്രജൻ ഒരുപാട് കൂടുകയോ ഇല്ലെങ്കിൽ നമ്മുടെ തൈറോയിഡിനെ അത് ബാധിക്കുകയോ ചെയ്യുന്നില്ല. ഈ പറയുന്നത് പോലെ ഇത്രയും ഗോയിട്രജൻ നമ്മുടെ ബോഡിയിൽ പോവുകയും അത് നമ്മുടെ തൈറോയിഡിനെ അഫക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളൊരു 1-2 കിലോ ക്യാബേജ് റെഗുലറായിട്ട് കഴിക്കുന്ന ആളായിരിക്കണം. സോ അങ്ങനെയൊന്നും നമ്മൾ നോർമൽ ആരും കഴിക്കാറില്ല. സോ അതുകൊണ്ട് അതിൻ്റെ ഒരു കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ഡൗട്ടാണ്, ഈ തൈറോയ്ഡ് ഉള്ളവർക്ക് ഗ്ലൂട്ടൻ കഴിക്കാൻ പാടില്ല, ഗോതമ്പ് കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഗോതമ്പ് അടങ്ങിയ പ്രോഡക്റ്റുകളൊന്നും കഴിക്കാൻ പാടില്ല. ഇങ്ങനൊരു ടോക്കുണ്ട്. അതും വളരെ തെറ്റായിട്ടുള്ളൊരു ടോക്കാണ് കേട്ടോ. കാര്യം ഈ വീട്ടിലുള്ള ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് ആകെ കഴിക്കാൻ പാടില്ലാത്തത് സീലിയാക് ഡിസീസ് ഉള്ള പേഷ്യൻസിനാണ്. സീലിയാക് ഡിസീസ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഈ ഗ്ലൂട്ടൻ കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് വയറിന് ബ്ലോട്ടിങ് പോലെയും നമുക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസും ടോട്ടലി നമ്മളെ ഗട്ട് ഹെൽത്തിനെ ഡാമേജ് ചെയ്യിക്കുന്നതാണ് ഈ ഒരു സീലിയാക് ഡിസീസ് എന്ന് പറയുന്നത്. സോ അവർക്കത് ഗ്ലൂട്ടൻ അലർജിയാണ്. അലർജി ആയിട്ട് വരുമ്പോഴാണ് ഈ സീലിയാക് ഡിസീസ് എന്നൊരു കണ്ടീഷൻ വരുന്നത്. സോ അങ്ങനെയുള്ള പേഷ്യൻസിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, ഗ്ലൂട്ടൻ ഒഴിവാക്കേണ്ട ഒരു സാഹചര്യം വരുന്നത്. അല്ലാതെ തൈറോയ്ഡ് ഉള്ളവർക്ക് മീൻസ് വീറ്റിന്റെ പ്രോഡക്റ്റും കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരുവിധ പ്രശ്നവുമില്ല. ഇനി നിങ്ങൾ അല്പം ഒന്ന് ലിമിറ്റ് ചെയ്യേണ്ടത് മീൻസ് ഇങ്ങനെ ഒരു വീക്കിലി ഒരുപാട് ടൈംസ് നിങ്ങൾ എടുക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. നിങ്ങൾക്കിപ്പോൾ സോയാബീൻ അടങ്ങിയ സാധനങ്ങൾ നിങ്ങൾ ടൂ മച്ച് ആയിട്ട് എടുക്കരുത്. അതും അവോയ്ഡ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചാൽ മതി. അതുപോലെ തന്നെ ഇപ്പോൾ ഒനിയൻസ് ആയാലും, ഇപ്പോൾ ചെറിയ ഒനിയൻ ആയാലും ബിഗ് ഒനിയൻ ആയാലും നിങ്ങളിങ്ങനെ റോ ആയിട്ട് ഇപ്പോൾ എല്ലാ ദിവസവും ഫിഷിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ കുറേ ഉള്ളി ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ട് കഴിക്കുക, അല്ലെങ്കിൽ സാലഡ്സിലൊക്കെ ഒരുപാട് ഒനിയൻ ഇങ്ങനെ ആഡ് ചെയ്യുക. ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ചോറ് കഴിക്കുമ്പോൾ വരെ സൈഡിൽ ഒനിയൻ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ഒരുപാട് അരിഞ്ഞു വെച്ചിട്ട് കഴിക്കുന്നവരുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഓക്കെ, നോർമൽ ജസ്റ്റ് കറികളായിട്ട് വെള്ളത്തിൽ വേവിച്ചിട്ട് കഴിക്കുന്നത് കുഴപ്പമില്ല. നിങ്ങൾ കുറച്ച് ഒനിയൻ ഒന്ന് ഫ്രഷ് ആയിട്ട് കഴിച്ചതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ഞാൻ പറഞ്ഞത് ഇതൊരു ഹാബിറ്റായിട്ട് ഇങ്ങനെ തുടർന്ന് പോകുന്നവരുണ്ടല്ലോ, അങ്ങനെയുള്ളവർ അതിങ്ങനെ ഒരുപാട് എടുക്കരുത്, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾ ഫാസ്റ്റ് ഫുഡുകൾ ഒന്ന് നല്ല രീതിയിൽ ഒഴിവാക്കുക. ഫാസ്റ്റ് ഫുഡ് എന്ന് ഉദ്ദേശിച്ചത് ഒരുപാട് റിഫൈൻഡ് ഫ്ലോർ ആയിട്ട് വരുന്നത്, ഇപ്പം മൈദ അടങ്ങിയ ഫുഡ്സുകൾ അല്ലെങ്കിൽ ഈ ഒരുപാട് ഈ കുബൂസൊക്കെ പോലത്തത് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരുപാട് എടുക്കരുത്. മയണൈസ് പോലത്തെ ഇതെല്ലാം തന്നെ ആ ഒരു കണ്ടീഷൻ വേസ്റ്റ് ആക്കാനായിട്ട് കാരണമാകും. സോ ഇതൊക്കെ ഒന്ന് കുറച്ചാൽ മതി. അല്ലാതെ ബാക്കി ഫുഡ്സുകളൊക്കെ നിങ്ങൾക്ക് എടുക്കാം, കഴിക്കുന്നതുകൊണ്ട് യാതൊരുവിധ പ്രശ്നമില്ല. ഇനി ശ്രദ്ധിക്കേണ്ടത് വ്യായാമത്തിൻ്റെ കാര്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ലീൻ ആണോ ഒബീസ് ആണോ അങ്ങനെയല്ല, നിങ്ങൾ എപ്പോഴും ശരീരത്തിന് ഒരു ആക്ടിവിറ്റി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഒരുപാടൊന്നും വേണ്ട, ഒരു 3 to 15 മിനിറ്റ് വരെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് എല്ലാ ദിവസവും. ഈ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം ഒരു 5 മണിക്കകം വെച്ച് നിങ്ങൾക്ക് എപ്പോഴും 5 മണിക്ക് ശേഷവും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ രാത്രിയത്തെ ഫുഡ് കഴിച്ച് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ വാമപ്പോ എന്തെങ്കിലും ചെയ്യാവൂ. ഫുഡ് കഴിച്ച ഉടനെ വർക്കൗട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. അതാണ് ഒരു ടൈം പീരീഡ് പറഞ്ഞത്. ഇപ്പോൾ ഒരു 7-8 ജിമ്മിൽ പോകുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ സോ അങ്ങനെ ചെയ്യുന്നത് കുഴപ്പമില്ല. പക്ഷേ ഫുഡിൻ്റെ ടൈം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മീൻസ് ഫുഡിൻ്റെ ടൈം ഉദ്ദേശിച്ച് ഫുഡ് കഴിച്ചിട്ട് ഉടനെ വർക്കൗട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. സോ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് തൈറോയിഡിനെ പറ്റി പറയാനുള്ളത്. ഇനി ഹൈപ്പർ തൈറോയിഡുകാരാണ്. ഹൈപ്പർ തൈറോയിഡുകാർ ഇതുപോലെ അയഡിൻ ജസ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഉപ്പ് ഇങ്ങനെ ഡയറ്റിൽ ആഡ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. സോ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഈ അച്ചാർ, അതുപോലെ ഉണക്കമീൻ, അതുപോലെ പപ്പടം, ഇത് പിന്നെ ഉപ്പേരി, ഇതുപോലെ നമുക്കിപ്പോൾ എന്താ സോൾട്ടും ഷുഗറും ഒക്കെ ചേർന്നിട്ട് ഇങ്ങനെ മിക്സ് ആയിട്ട് വരുന്നുണ്ട്. മിക്സർ, ചിപ്സ്, പക്കാവട. സോ ഇങ്ങനെ ഓയിലി ചേർന്ന് വരുന്നതും ഉപ്പ് ചേർന്ന് വരുന്നതും മിക്സ് ആയിട്ട് വരുന്നില്ലേ, ഈ ഒരു ഫുഡ്സും എന്ത് ചെയ്യുക, ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക. ബാക്കി നിങ്ങൾ നോർമൽ ഫുഡിൽ ഉപയോഗിക്കുന്ന സോൾട്ട് അങ്ങനെ തന്നെ ഉപയോഗിക്കാം, അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. ഒരുപാട് എക്സ്ട്രാ കൂടുതൽ എന്ത് ചെയ്യേണ്ട, ഒരുപാട് ഇടുകയോ ഇടാതിരിക്കുകയോ ചെയ്യേണ്ട. സോ ഇതാണ് ഒരു നോർമൽ, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു തൈറോയ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാമോ കഴിച്ചുകൂടെയോ എന്ന് ഇനിയും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യിക്കോ, താഴെ ഞാൻ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു.